ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ ന്യൂ ബോൺ ബേബീസിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ്. അപ്പോൾ എൻ്റെ ബേബിക്ക് ഏകദേശം 1 month കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ കുറേ ഐറ്റംസ് യൂസ് ആക്കി നോക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു റിവ്യൂ പോലെ പറയാനും കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ തന്നെ തൊട്ടിട്ട് നമ്മൾ ബേബിക്ക് വേണ്ടി ഓരോ ഐറ്റംസും കാണുമ്പോൾ അത് വാങ്ങിച്ച് വെച്ചിട്ട് നമ്മളിപ്പോൾ യൂസ് ആക്കുമ്പോഴാണ് കുറേ ഐറ്റംസ് ഒന്നും അതിൽ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും അതുപോലെ ന്യൂ ബോൺ ബേബീസ് ഉള്ള മോംസിനും എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ ബേബീസിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് പാമ്പേഴ്സ് തന്നെയാണ് കേട്ടോ. കാരണം നമ്മളെല്ലാവരും എന്തായാലും പാമ്പേഴ്സ് യൂസ് ചെയ്യും മിക്ക ആൾക്കാരും. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗിൽ പാമ്പേഴ്സ് യൂസ് ചെയ്യാറില്ല, ഞാൻ ക്ലോത്ത് ഡയപ്പറാണ് യൂസ് ചെയ്യാറ്. അതല്ലാണ്ട് നൈറ്റിൽ ഫുൾ പാമ്പേഴ്സ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ കുറേ അധികം തന്നെ യൂസ് വരുന്ന ഒരു ഐറ്റമാണ്. ഞാൻ വെയിറ്റ്, നമ്മളെപ്പോഴും പാമ്പേഴ്സ് വാങ്ങുമ്പോൾ അതിലുള്ള വെയിറ്റ് നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. ചിലത് സ്മോൾ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ബേബിക്ക് പാകമുള്ളതായിരിക്കും, ചിലത് നമ്മൾ ന്യൂ ബോൺ തന്നെ വാങ്ങേണ്ടി വരും. ഞാനിപ്പോൾ ഈ പാമ്പേഴ്സ് വാങ്ങിച്ചിട്ടുള്ളത് ന്യൂ ബോൺ ടു സ്മോൾ എന്നാണ് എഴുതിക്കുന്നത്. അപ് ടു 8 kg വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ബേബിക്ക് യൂസ് ചെയ്യണത്. ഞാൻ ഫസ്റ്റ് ക്രൈയിൽ ഒരു പുതിയ ബ്രാൻഡ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വോപ്പർ എന്ന് പറഞ്ഞിട്ട്. അതെൻ്റെ ഒരു കസിൻ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അത് വാങ്ങിച്ചു നോക്കുക, അതാണെന്നുണ്ടെങ്കിൽ പാമ്പേഴ്സ് പോലെയല്ല, ഇതിനെക്കാട്ടിയും ലാഭമാണ്. അതേപോലെ യൂസ് ആക്കി നോക്കിയപ്പോഴും നല്ല റിവ്യൂ ആണ് അവൾ പറഞ്ഞത്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ആ ഒരു ബ്രാൻഡ് ട്രൈ ആക്കി നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഐറ്റം. അപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ക്ലോത്ത് ഡയപ്പറാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, മോർണിംഗിൽ ക്ലോത്ത് ഡയപ്പേഴ്സാണ് യൂസ് ചെയ്യാറുള്ളത്. അതിൽ 3 ഡിഫറെൻറ്റ് ക്ലോത്ത് ഡയപ്പേഴ്സ് ഞാൻ യൂസ് ആക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3ൻ്റെ റിവ്യൂ പറഞ്ഞുതരാം കേട്ടോ. ഇങ്ങനെ 3 ടൈപ്പ് യൂസ് ആക്കി നോക്കിയിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബട്ടൺസ് ഒന്നും വരുന്നില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഒരു മോഡലാണ്. പക്ഷെ ഇതെനിക്ക് അത്ര നല്ലതായിട്ട് തോന്നണില്ല, ലീക്കേജ് ഒക്കെ ഉള്ള പോലെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. നമ്മളിത് ഇടുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തുണി ഉണ്ടല്ലോ, തുണി മടക്കിയിട്ട് ഉള്ളിൽ വെച്ചെടുക്കാറുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് തുണി കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇത് ഇട്ട് കൊടുക്കാറാണ്. അപ്പോഴൊക്കെ ഇതിന് ലീക്കുള്ള പോലെയാണ് തോന്നുക. അപ്പോൾ ഇതിൽ തന്നെ സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത് ജസ്റ്റ് 2 സൈഡ് ബട്ടൺസ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ 2 സൈഡിലും ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ ഇങ്ങനൊരു പാഡ് പോലെ വരുന്നുണ്ട്, ഒരു കോട്ടൺ പാഡ്. ഇത് ഇതിന്മേ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് വരുന്നത്, കണ്ടോ? ഇങ്ങനെ നമുക്ക് ഇതിന്മേ തന്നെ ഒട്ടിച്ച് വെക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഇതിനെക്കാട്ടും ബെറ്ററായിട്ട് ഫീൽ ചെയ്തത് നമ്മൾ തുണി തന്നെ ഉള്ളിൽ വെക്കണമെന്നാണ്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്മേ സ്റ്റിക്കായിട്ടൊക്കെ നിൽക്കും, പക്ഷെ വേറെ ഭാഗത്തേക്കൊക്കെ ആയിട്ട് പോകുന്ന സ്പ്രെഡ് ആവുന്ന പോലെ എന്താ തോന്നിയത്. പിന്നെ ഫൈനൽ ഈ ഒരു സംഭവമാണ്, ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് ബട്ടൺസ് ഉണ്ട്. നമുക്ക് ബേബിയുടെ സൈസിനനുസരിച്ചിട്ട് ഇത് മാറ്റാൻ പറ്റും. കണ്ട, ഈ ഒരു ഡയപ്പർ എന്ന് പറയുമ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തുണി വെക്കാം. എന്നിട്ട് ഇതെങ്ങനെ ക്ലോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഡ്ത്ത് അനുസരിച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ബട്ടൺ ഇട്ട് വെക്കാം. അതേപോലെ തന്നെ ഇവിടെ കുറേ ബട്ടൺസ് കണ്ട, ഇത് നമുക്ക് എത്ര വേണമെങ്കിലും സൈസ് നമുക്ക് കുറക്കാനും കൂട്ടാനൊക്കെ പറ്റും. ഇതാണ് ഫുൾ സൈസ് ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ ഈ ബട്ടൺ യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു സ്മോൾ സൈസ് ആക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തെ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല സ്മോൾ സൈസിലുള്ള ഡയപ്പർ ആക്കാം കേട്ടോ. ഞാൻ ഇത്രയും സ്മോൾ ആക്കിയിട്ടാണ് ബേബിക്ക് യൂസ് ചെയ്യാറ്. കണ്ടോ, നല്ല ചെറുതായിട്ട് കറക്റ്റ് ഫിറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഡയപ്പറാണ് ഞാൻ ഒന്നും കൂടി പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ബട്ടൺസ് ഒക്കെ ഉള്ളത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ലീക്കേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് കറക്റ്റ് സൈസിന് തന്നെ ആക്കിയിട്ട് ബേബിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. തേർഡ് ഐറ്റം വരുന്നത് നമ്മളുടെ ബേബി വൈപ്സ് ആണ്. ഇതിപ്പോൾ ബേബി ഹഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബേബി വൈപ്സ് ആണ്. ഞാൻ 3 ടൈപ്പ് യൂസ് ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ബേബി ഹഗ്, പോപ്പീസ്, അതുപോലെ ഇഫി ആൻഡ് ടോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡും. അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ക്രൈന്ന് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അത് കണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാനുണ്ടാവും. ആ ഒരു 99% വാട്ടറുള്ള വാട്ടർ വൈപ്സ് ആണ് ഞാൻ അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അത് നല്ല അടിപൊളി വാട്ടർ വൈപ്സ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് ബേബിയുടെ ഫേസൊക്കെ തുടച്ചു കൊടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. ഭയങ്കര സേഫാണ്. ഇതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത മെയിൻ കാരണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ആയാലും അത്ര നല്ലതല്ല. അതേപോലെ തന്നെ
ഇത് ഓപ്പൺ ആക്കുന്ന രീതി മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആക്കി ക്ലോസ് ആക്കാൻ നല്ല ടൈറ്റ് ആയിട്ടുള്ള പാക്കിംഗ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതും പോപ്പീസൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഓപ്പൺ ആക്കി ക്ലോസ് ആക്കാൻ ഈ ജസ്റ്റ് ഈ ഒരു പശ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നിൽക്കില്ല. ഇത് പിന്നെ ഇങ്ങനെ ഓപ്പൺ ആയി നിൽക്കും. അപ്പോൾ അത്ര നല്ല ഒരു പാക്കിംഗ് ആയിട്ട് തോന്നിയില്ല. അതേപോലെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക് ആ ഒരു ബ്രാൻഡാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. ഫോർത്ത് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഷീറ്റാണ്. അപ്പോൾ ഷീറ്റ് എല്ലാവർക്കും അറിയാം, നമുക്ക് ബേബീസിൻ്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യാനൊക്കെ എന്തായാലും ഒരു ഷീറ്റ് ആവശ്യമാണ്. അതേപോലെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ എണ്ണൊക്കെ തേച്ച് കെടുത്താനും ഒക്കെ നമുക്ക് മസ്റ്റായിട്ടും വേണ്ടതാണ് ഒരു ഷീറ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ 2-3 ഷീറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഫിഫ്ത്ത് വൺ വരുന്നത് ബേബി ടവലാണ്. ഞാൻ ബേബി ടവൽസ് എല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് എടുക്കാൻ എളുപ്പത്തിന്. അപ്പോൾ നമ്മളതിൽ പല ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ബേബി ടവൽസ് ഉണ്ട്, പല ഡിസൈൻസിലും കാര്യത്തിലൊക്കെ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ബേബീസിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തേട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ തുടച്ചു കൊടുക്കാനും പിന്നെ ജസ്റ്റ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴായാലും കയ്യിൽ വെക്കാൻ നല്ലൊരു യൂസ്ഫുള്ളാണ്. ഇങ്ങനെ കുഞ്ഞു ടവൽസ് ആകുമ്പം ഈസിയാണല്ലോ യൂസ് ചെയ്യാനായിട്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേബീസിനൊക്കെ നല്ല സുഖമുള്ള ടൈപ്പിലുള്ള ടവൽസ് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കുക. നമ്മളെ 6th ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെബാമെഡിൻ്റെ ക്രീമാണ്. ഇതിന് ഒരു സ്റ്റോറി ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുൾ പ്രോഡക്ട്സും ഹിമാലയയുടെ തണ്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു കിറ്റായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഒരു ബോക്സിൽ ഫുള്ള് ഹിമാലയയുടെ പ്രോഡക്റ്റ്സ് ആയിട്ട് വാങ്ങിച്ചതാണ്. അതിലെല്ലാം കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തപ്പം ഒരുപാട് കമൻറ്റ്സ് വന്നു, ഹിമാലയയുടെ പ്രോഡക്റ്റ്സ് നല്ലതല്ല ബേബിക്ക്, സെബാമെഡ് വാങ്ങിക്കുക അതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആക്ച്വലി അറിയാനുണ്ടായിരുന്നില്ല ഇങ്ങനെ ഹിമാലയ പ്രോഡക്റ്റ്സ് അത്ര നല്ലതല്ല എന്ന്. അപ്പം നിങ്ങൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്, ഹിമാലയയുടെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നവരുണ്ടോ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും ഇങ്ങനെ ഓരോ കമൻ്റൊക്കെ കണ്ടപ്പോൾ പിന്നെ സേഫ് അല്ലെങ്കിൽ യൂസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഈ ഒരു സെബാമെഡിൻ്റെ ക്രീമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡയപ്പർ റാഷ് ക്രീമും നമുക്ക് ബേബിക്ക് യൂസ് ആക്കാം. അതും ഞാനിപ്പോൾ സെബാമെഡിൻ്റെ തണ്ടാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യാനായിരിക്കും നല്ലത്. ഹിമാലയനെ പറ്റിയിട്ട് നിങ്ങളുടെ ഒക്കെ കമൻറ്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ബേബിക്ക് കുറേ ഐറ്റംസ് വാങ്ങിയെങ്കിലും കൂടി നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിലൊന്നും അങ്ങനെ എല്ലാതും യൂസ് ചെയ്യില്ല. പൗഡർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യില്ല. നമ്മൾ വെറുതെ കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ റാഷസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റാഷസ് വന്നതിന് ശേഷം റാഷ് ക്രീം യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം തൊട്ടിട്ട് നമ്മൾ ഇത്തിരി തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ റാഷസ് ഒന്നും വരാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് ഇതെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ട് ഞാൻ ബേബി ജനിച്ചപ്പോൾ തൊട്ടിട്ട് ഇതുവരെയും യൂസ് ചെയ്യാണ്ടേ ഇരുന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു ഐറ്റമാണ് ഈ ഒരു ഫീഡിങ് പില്ലോ. ഇത് ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ എനിക്ക് അറിയേണ്ടിയിരുന്നില്ല ഇത് എത്ര യൂസ്ഫുൾ ആവും, ഇത് ഉപയോഗിക്കുമോ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇത് ഉണ്ടാകുമ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാൻ ഭയങ്കര ഈസി ആക്കി തരും. അപ്പോൾ നമ്മളുടെ പ്രഗ്നന്റ് ലേഡീസും ന്യൂ മോംസൊക്കെ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വാങ്ങിക്കേണ്ട ഒരു ഐറ്റമാണ്. 8th ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ബേബി ഹോൾഡറാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞേ കുട്ടികളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ ഒക്കെ ഒരു പേടി ഉണ്ടാവുമല്ലോ മിക്ക ആൾക്കാർക്കും. കുഞ്ഞേ ബേബീസ് അല്ലേ, അപ്പം നമുക്ക് ഇതിൽ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഒരു നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പോലെ ആയിട്ട് തോന്നും. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോവാണ് ബേബീസിനായിട്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് കാറിലൊക്കെ ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾ AC ഒക്കെ ഇടുമ്പോൾ ഒക്കെ അവർ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് കരയൊന്നും ചെയ്യാതൊക്കെ എടുക്കും. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. 9th വൺ എന്ന് പറയുന്നത് ഈ ഒരു നെറ്റ് ബെഡാണ്. എന്തായാലും ന്യൂ ബോൺ ബേബീസിന് മാത്രമല്ല എല്ലാ ബേബീസിനും ഈ ഒരു നെറ്റ് ബെഡ് യൂസ്ഫുൾ ആയിരിക്കും. ഈ കൊതുകടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും പിന്നെ അവർ നല്ല സേഫ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. എൻ്റെ വീട്ടിലൊക്കെ അത്യാവശ്യം കൊതുകുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഇനി നമ്മളുടെ 10th ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്ന് പറയുന്നത് ഒരു ബാസ്ക്കറ്റാണ്. ഇതിപ്പോൾ എനിക്ക് മറ്റേ ഹിമാലയയുടെ പ്രോഡക്റ്റ്സ് കിട്ടിയപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാസ്ക്കറ്റാണ്. അതല്ലാതെ തന്നെ നമ്മളൊരു ബാസ്ക്കറ്റ് വാങ്ങിച്ചിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ബേബിയുടെ മരുന്നുകൾ അതേപോലെ ബേബിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീം കാര്യങ്ങളൊക്കെ ഒരു ബോക്സിലാക്കിയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് വാങ്ങുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ബേബി എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ്. ഇതൊക്കെ എന്തായാലും വാങ്ങിച്ചിരിക്കേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.